ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. പഴയ നിയമ വചനധ്യാനം ക്ലാസ് 35. ഉൽപ്പത്തി പുസ്തകം 18 അധ്യായം 18 മുതലുള്ള വാക്യങ്ങൾ. ദൈവമായ യാഹ്വേ അരുളി ചെയ്തു, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവന് ചേർന്ന ഇണയെ ഞാൻ സൃഷ്ടിച്ചു നൽകും. ദൈവമായ യാഹ്വേ കരയിലെ സകല മൃഗങ്ങളെയും ആകാശത്തിലെ സകല പക്ഷികളെയും മണ്ണിൽ നിന്ന് രൂപപ്പെടുത്തുകയും മനുഷ്യൻ അവയ്ക്ക് എന്ത് പേരിടുമെന്ന് കാണാൻ അവയെ അവൻ്റെ മുമ്പിൽ കൊണ്ടുവരികയും ചെയ്തു. മനുഷ്യൻ വിളിച്ചത് അവയ്ക്ക് പേരായി തീർന്നു. എല്ലാ കന്നുകാലികൾക്കും ആകാശത്തിൽ പറവകൾക്കും വന്യമൃഗങ്ങൾക്കും മനുഷ്യൻ പേരിട്ടു. എന്നാൽ തനിക്ക് ചേർന്ന പങ്കാളിയായ തുണയെ അവൻ കണ്ടില്ല. ഇത്രയും വചനങ്ങൾ നമുക്ക് ഇന്ന് കാണാം. അതിൻ്റെ വ്യാഖ്യാനം ഒന്ന് കേൾക്കാം. പുരുഷൻ തനിയെ ഇരിക്കുന്നത് നന്നല്ല. ദൈവം ഏകനാണ്. ഒരു ദൈവമുള്ളൂ. ആ ഒരു ദൈവത്തിൽ 3 ആളുകളുണ്ട്. പക്ഷെ ദൈവം ഒന്നേ ഉള്ളൂ. ദൈവം ഏകനാണ്. എങ്കിലും ഏകാന്തനല്ല. ഗോഡ് ഈസ് വൺ, ബട്ട് ഗോഡ് ഈസ് നോട്ട് എ സോളിറ്ററി. ഗോഡ് ഈസ് വൺ. ദൈവം ഒരുവനേ ഉള്ളൂ. ഒരൊറ്റ ദൈവമേ ഉള്ളൂ. ആ ഒരു ദൈവത്തിൽ 3 ആളുകളുണ്ടെങ്കിൽ ഉള്ളത് കൊണ്ട് ദൈവം ഏകാന്തനല്ല. ഗോഡ് ഈസ് വൺ, ബട്ട് ഹി ഈസ് നോട്ട് എ സോളിറ്ററി. ദൈവം ഏകനാണെങ്കിലും ഏകാന്തനല്ല. നിതാന്തമായ ബന്ധത്തിലിരിക്കുന്ന ദൈവമാണ് നമുക്കുള്ളത്. ആ നിതാന്തമായ ബന്ധത്തിലിരിക്കുന്ന ദൈവത്തെയാണ് ദൈവം 3 ആളുകൾ എന്ന് പറയുന്നത്. സത്തയുടെ കണ്ണിലൂടെ നോക്കുമ്പോൾ സത്തയുടെ കണ്ണിലൂടെ സബ്സ്റ്റൻസ് ദൈവം ഒന്നാണ്. ബന്ധത്തിന്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ ദൈവം 3 ആളുകളാണ്. അപ്പോൾ നിതാന്തമായ അനുസ്യൂതമായ ബന്ധത്തിലിരിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. അതിനെയാണ് 3 ആളുകൾ എന്ന് പറയുന്നത്. അപ്പോൾ നിതാന്തമായ ബന്ധത്തിലിരിക്കുന്ന ദൈവം മനുഷ്യൻ ബന്ധത്തിന്റെ തലത്തിലായിരിക്കണം, ഏകാന്തതയിൽ ആഴ്ന്നു പോകരുത് എന്ന് തീരുമാനിക്കുന്നു. അതിനുള്ള സംവിധാനം ഒരുക്കുന്നു. ഇതാണ് പുരുഷൻ തനിയെ ഇരിക്കുന്ന നന്നല്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. പുരുഷനുമായി സ്നേഹത്തിൽ ഒന്നാകുന്നതിനും ജീവൻ തന്നെ സ്വയം ദാനമായി പരസ്പരം നൽകുന്നതിനും, പുരുഷനുമായി സ്നേഹത്തിൽ ഒന്നാകുന്നതിനും ജീവൻ തന്നെ പ്രാണൻ തന്നെ സ്വയം ദാനമായി പരസ്പരം നൽകുന്നതിനും അങ്ങോട്ടും ഇങ്ങോട്ടും നൽകുന്നതിനും സന്തോഷവും സങ്കടവും പങ്കുവെക്കുന്നതിനുമായി പുരുഷന് തുണയായി ദൈവം സ്ത്രീയെ സൃഷ്ടിക്കുകയാണ്. അപ്പോൾ പുരുഷനുമായി സ്നേഹത്തിൽ ഒന്നാകുക, ജീവൻ, പ്രാണൻ, സ്വത്വം, പേഴ്സണാലിറ്റി, ശരീരം തന്നെ സ്വയം ദാനമായി പരസ്പരം നൽകുക. പുരുഷൻ സ്ത്രീക്കും, സ്ത്രീ പുരുഷനും നൽകുക. അങ്ങനെ സന്തോഷവും സങ്കടവും പങ്കുവെക്കുക. അതിനാണ് പുരുഷന് തുണയായി പങ്കാളിയായി സ്ത്രീയെ നൽകാൻ ദൈവം തീരുമാനിക്കുന്നത്. എന്നിട്ട് ദൈവം പറയാണ്, പുരുഷൻ തനിയെ ഇരിക്കുന്ന നന്നല്ല, അവന് ചേർന്ന ഇണയെ നൽകും. അവന് ചേർന്ന ഇണ. മറ്റ് ജീവജാലങ്ങളെ സൃഷ്ടിച്ചതിന് ശേഷമാണ് സ്ത്രീയെ സൃഷ്ടിക്കുന്നതെങ്കിലും 2:19 നമുക്ക് കാണാതെ, മറ്റ് ജീവജാലങ്ങൾ സൃഷ്ടിച്ചതിന് ശേഷമാണ് സ്ത്രീയെ സൃഷ്ടിക്കുന്നതെങ്കിലും പുരുഷന് ചേർന്ന ഇണയും തുണയും സ്ത്രീ മാത്രമാണ്. ഒരു മൃഗവും പുരുഷന് ചേർന്ന, സ്ത്രീക്ക് ചേർന്ന തുണയോ പങ്കാളിയോ അല്ല. മറ്റ് മൃഗങ്ങളെയൊക്കെ ആദാമിന് മുമ്പിൽ ഇങ്ങനെ അണിനിരത്തുന്നുണ്ട്. അവയിൽ ഏതെങ്കിലും അവന് ചേർന്ന ഇണയായി അവൻ തിരഞ്ഞെടുക്കുമോ എന്ന് അറിയാൻ വേണ്ടിയല്ല ഇത്. ചിലപ്പോൾ അങ്ങനെ വ്യാഖ്യാനിക്കാറുണ്ട്. മറ്റു മൃഗങ്ങളേക്ക് ആദാമിൻ്റെ മുമ്പിൽ ഇങ്ങനെ അണിനിരത്തുന്നത് അവയിൽ ഏതെങ്കിലും അവന് ചേർന്ന ഇണയാകുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ടല്ല. പ്രത്യുത ചില കാര്യങ്ങളിൽ മൃഗങ്ങളുമായി മനുഷ്യന് സാമ്യമുണ്ടെങ്കിലും മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തനാണ് മനുഷ്യനെന്നും മൃഗമായി മനുഷ്യൻ അധപതിക്കരുത് എന്നും പഠിപ്പിക്കാനാണ്. ഞാൻ ഒന്നുകൂടി പറയാം. എന്തിനാണ് മറ്റു മൃഗങ്ങളെയൊക്കെ ഈ ആദാമിന് മുമ്പിൽ അണിനിരത്തുന്നത്? അവയിൽ ഏതെങ്കിലും അവന് ചേർന്ന ഇണയായി അവൻ തിരഞ്ഞെടുക്കുമെന്ന് അറിയാൻ വേണ്ടിയാണോ? അല്ല, ഒരിക്കലും അല്ല. മറിച്ച് മൃഗങ്ങളുമായി മനുഷ്യൻ ചില സാമ്യങ്ങളുണ്ട്. പക്ഷെ മൃഗങ്ങളിൽ നിന്ന് തീർത്തും വ്യത്യസ്തനാണ് മനുഷ്യൻ. അതുകൊണ്ട് മൃഗമായി മനുഷ്യൻ അധപതിക്കരുത്. വ്യത്യസ്തത ശരിക്കും പറഞ്ഞാൽ, ശാസ്ത്രത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാലും 3 കാര്യങ്ങളിലാണ്. അത് വിശേഷബുദ്ധി, സ്നേഹം, സ്വാതന്ത്ര്യം. ഈ 3 ഫാക്കൽറ്റികൾ, പ്രത്യേകിച്ച് സ്വാതന്ത്ര്യവും സ്നേഹവും മനുഷ്യന് മാത്രമേ ഉള്ളൂ. ഈ 2 ഫാക്കൽറ്റികൾ എങ്ങനെയാണ് മനുഷ്യന് വന്നതെന്ന് പരിണാമ സിദ്ധാന്തനും വ്യാഖ്യാനിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് പരിണാമ സിദ്ധാന്തം ഇപ്പോഴും സിദ്ധാന്തമായി നിൽക്കുന്നത്. അത് സത്യമാകാത്തത്. അതൊരു തിയറിയാണ്, സത്യമായിട്ടില്ല. കാരണം എന്താ? ഈ സ്വാതന്ത്ര്യവും സ്നേഹവും മനുഷ്യനിലേക്ക് എവിടെ നിന്ന് വന്നുവെന്ന് ശാസ്ത്രത്തിന് വ്യാഖ്യാനിക്കുന്ന ഇതുവരെ കഴിഞ്ഞിട്ടില്ല. നമുക്കറിയാം എങ്ങനെ വന്നെന്നുള്ളത്. പക്ഷേ അത് ദൈവം സൃഷ്ടിച്ചത് കൊണ്ടാണ്, ദൈവത്തിൻ്റെ ലോഗോസ് നമ്മളുമായി പങ്കുവെച്ചത് കൊണ്ടാണ്. പക്ഷേ ശാസ്ത്രം അംഗീകരിക്കാത്തത് കൊണ്ടാണ്
ഈ സ്വാതന്ത്ര്യം, സ്നേഹം, അതുപോലെ സൗന്ദര്യബോധം, ഇതൊക്കെ മനുഷ്യൻ എങ്ങനെ വന്നുവെന്ന്, എവിടെ നിന്ന് വന്നുവെന്ന് ശാസ്ത്രത്തിന് അംഗീകരിക്കാൻ പറ്റാത്തതും കണ്ടെത്താൻ കഴിയാത്തതും. അതുകൊണ്ട് മൃഗം പരിണമിച്ചതാണ് മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു തെറ്റായ ഫിലോസഫിയാണ്. എല്ലാ യൂണിവേഴ്സിറ്റിയിലും പഠിപ്പിക്കുന്നുണ്ടെങ്കിലും അത് തെളിയിക്കപ്പെട്ട ഫിലോസഫിയോ ശരിയായ ഒരു ഫിലോസഫിയോ അല്ല. മനുഷ്യനെ മൃഗമായിട്ട് അധപതിപ്പിക്കുന്ന ഒരു ഫിലോസഫിയാണോ നമ്മൾ സ്വീകരിക്കേണ്ടത്? മനുഷ്യനെ ഉന്നതിയിലേക്ക് ഉയർത്തുന്നൊരു ഒരു പ്രത്യയശാസ്ത്രമാണോ നമ്മൾ സ്വീകരിക്കേണ്ടത്? ആ ചോദ്യത്തിന് മുമ്പിൽ നമുക്ക് ഉത്തരം കിട്ടിക്കഴിഞ്ഞു. നമ്മളെ പുറകോട്ട് വലിക്കുന്ന, മൃഗമായിട്ട് അധപതിപ്പിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രം നമ്മൾ സ്വീകരിക്കേണ്ട കാര്യമുണ്ടോ? നമ്മെ മുന്നോട്ട് വലിക്കുന്ന, മുമ്പോട്ട് നയിക്കുന്ന, കുറച്ചുകൂടി മുകളിലേക്ക് ഉയർത്തുന്ന ഒരു വിശ്വാസമല്ലേ നമ്മൾ സ്വീകരിക്കേണ്ടത്? ഈ ഒരൊറ്റ ചോദ്യത്തിന് മുമ്പിൽ നമുക്ക് കറക്റ്റ് ഉത്തരം കിട്ടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് മൃഗമായിട്ട് മനുഷ്യ അധപതിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഈ മൃഗലോകത്തെ സകലതിനെയും മനുഷ്യൻ്റെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് ഇതൊന്നും നിനക്ക് ചേർന്ന ഇണയല്ല എന്ന് ദൈവം ബോധ്യപ്പെടുത്തുന്നത്. ഇതൊന്നും ഒരു മൃഗവും നിനക്ക് ചേർന്ന ഇണയല്ല. ചില സാമ്യങ്ങളൊക്കെ കാണും, അതുകൊണ്ട് പക്ഷേ അത് നിനക്ക് ചേർന്ന ഇണയാകില്ല. ഈ വേറൊരർത്ഥം കൂടിയുണ്ട് അതിന്. പട്ടി, പൂച്ച, പശു ഇങ്ങനെ എന്നിവയുടെ കൂടെ ഒക്കെ ചെലവിടാൻ മനുഷ്യർ സമയം കണ്ടെത്തുകയാണ്. പ്രത്യേകിച്ച് യൂറോപ്പിലൊക്കെ പട്ടിയുടെയും പൂച്ചയുടെയും കൂടി ആളുകളുടെ സമയം മുഴുവൻ. അതേസമയം ഭർത്താവും ഭാര്യയും കൂടി സമയം ഒരുമിച്ച് ചെലവഴിക്കാൻ സമയം കണ്ടെത്തുന്നില്ല. എന്നിട്ട് എല്ലാ ദിവസവും പ്രശ്നങ്ങളാണ്. ഒരുമിച്ച് സമയം ചെലവഴിച്ചാലാണ് പ്രശ്നമെന്ന് ചിലർ പറയണു. അല്ല, അങ്ങനെയല്ല. അപ്പോൾ പട്ടിയുടെ കൂടിയും പൂച്ചയുടെ കൂടിയൊക്കെ സമയം ചെലവഴിച്ചാൽ പട്ടി നന്ദി കാണിക്കും, പൂച്ച സ്നേഹം കാണിക്കുന്നൊക്കെ പറഞ്ഞ് അതൊന്നും സ്നേഹവും അല്ല, പിന്നെന്താണ്, കൂറൊന്നും അല്ല, അത് വിശ്വസ്തതൊന്നും അല്ല. അതെല്ലാം കണ്ടീഷനിങ് ആണ്. അപ്പം എന്ത് പറഞ്ഞാലും പട്ടി അനുസരിക്കും, ഭക്ഷണം കൊടുത്താൽ മതി. എന്ത് പറഞ്ഞാലും പൂച്ച അനുസരിക്കും, ഭക്ഷണം കൊടുത്താൽ മതി. അതുപോലെ പെണ്ണിനോട് പറ്റുമോ? ഭക്ഷണം കൊടുത്തിട്ട് നീ ഞാൻ പറഞ്ഞ അനുസരിച്ചാൽ മതി എന്ന് പറഞ്ഞ് ശരിയാകുമോ? അപ്പോൾ ഹാൻഡിൽ ചെയ്യാൻ പ്രയാസമുണ്ട് ഭാര്യയ്ക്കും ഭർത്താവിനും പരസ്പരം എന്ന് വിചാരിച്ച് അവോയ്ഡ് ചെയ്യാൻ പാടില്ല. പട്ടിയെയും പൂച്ചയും പശുവിൻ്റെയും കൂടെ നടന്നാൽ പോരാ. നിനക്ക് ചേർന്ന പങ്കാളി പെണ്ണാണ്, പെണ്ണിന് ചേർന്ന പങ്കാളി പുരുഷനാണ്. ഇക്കാര്യം ബോധ്യപ്പെടുത്താൻ കൂടിയാണ് ഈ എല്ലാ മൃഗങ്ങളെയും മനുഷ്യൻ്റെ മുമ്പിൽ അണിനിരത്തുന്നത്. ഇപ്പം നമുക്കറിയാം എന്തുമാത്രം പ്രസക്തമാണ് ആ കാര്യമെന്ന്. പണ്ടത്ര പ്രസക്തമായിരുന്നില്ല. ഇപ്പം നമുക്കറിയാം പട്ടിയുടെ കൂടെയും പൂച്ചയുടെ കൂടെയാണ് ആളുകൾക്ക് മുഴുവൻ സമയം ചെലവഴിക്കാനായിട്ട് ഉള്ളൂ, ഈ പെറ്റ് എന്ന് പറയുന്ന മൃഗങ്ങളുടെ കൂടെ. മനുഷ്യർ പരസ്പരം ഒരുമിച്ച് ഇരുന്ന് സമയം ചെലവഴിക്കാനും കാര്യങ്ങൾ ചർച്ച ചെയ്യാനും അങ്ങനെ സ്നേഹിക്കാനും സമയം കണ്ടെത്തണം എന്നാണ് ഇതിലൂടെ പരോക്ഷമായി പഠിപ്പിക്കുന്നത്. പുരുഷന്റെ സാകല്യത്തിനാവശ്യമായ അവൻ്റെ ഹോൾനെസ്, സാകല്യം, സകലതെന്ന് വാക്ക് പറഞ്ഞാൽ അർത്ഥം അറിയാം. അതിൻ്റെ ഒരു സാകല്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ നാമരൂപം സാകല്യം. മനുഷ്യൻ്റെ സാകല്യത്തിനാവശ്യമായ അവൻ്റെ ഇൻറ്റഗ്രിറ്റി, അവൻ്റെ ഹോൾനെസ്, എൻറ്റയറിറ്റി ആവശ്യമായ സ്നേഹവും സഹായവും സൗഹൃദവും നൽകാൻ ഒരു മൃഗത്തിനും കഴിയില്ല, ഭാര്യയ്ക്കേ കഴിയൂ. പുരുഷന്റെ സാകല്യത്തിനാവശ്യമായ അവൻ്റെ പൂർണ്ണതയ്ക്ക് ആവശ്യമായ സ്നേഹവും സഹായവും സൗഹൃദവും നൽകാൻ മറ്റൊരു മൃഗത്തിനും കഴിയില്ല, സ്വന്തം ഭാര്യയ്ക്ക് മാത്രമേ കഴിയൂ. മൃഗം പോലെ ജീവിക്കുന്ന പെണ്ണിനും കഴിയില്ല. അങ്ങനെ മൃഗം പോലെ ജീവിക്കുന്ന പെണ്ണുങ്ങളുമായിട്ട് സൗഹൃദം വരുമ്പോഴാണ് ഈ ചാറ്റുകളില്ലേ ഇപ്പം നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഗതി. രണ്ടുപേരും ചാറ്റ് ചെയ്യുക, ഒരാൾ മാത്രം കുറ്റക്കാരനാകുക. നോക്കുക, എന്താ കാര്യം എന്നറിയോ? ആ പെണ്ണുങ്ങൾ മൃഗങ്ങളെ പോലെയാണ്. തീറ്റ കിട്ടിക്കൊണ്ടിരുന്നപ്പോൾ കുഴപ്പമില്ല, തീറ്റ നിന്ന് കഴിഞ്ഞപ്പോൾ പ്രശ്നമായി. അപ്പം ഈ എല്ലാ പെണ്ണുങ്ങളും എല്ലാവർക്കും ചേർന്നതല്ല. ഈ പറഞ്ഞ സ്നേഹം, സഹായം, സൗഹൃദം നൽകാൻ, ശരിയായിട്ടുള്ള നൽകാൻ സ്വന്തം ഭാര്യയ്ക്ക് മാത്രമേ കഴിയൂ, മറ്റൊരാൾക്കും കഴിയില്ല. വേശ്യപ്പെണ്ണുങ്ങൾക്കും കഴിയില്ല, ഇങ്ങനെ നേരം പോക്കിന് ബന്ധപ്പെടുന്ന ആളുകൾക്കും കഴിയില്ല. അങ്ങോട്ടും അങ്ങനെ തന്നെ. പുരുഷന് സ്ത്രീയോടാണെങ്കിലും സ്ത്രീക്ക് പുരുഷനോടായാലും അങ്ങനെയൊക്കെ തന്നെയാണ്. ചേർന്ന ഇണ എന്നതിന് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്, കർത്താവ് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് എറ്റ്സർ എന്നാണ്. എറ്റ്സർ, EZER, എറ്റ്സർ. അതിന് ശരിക്കർത്ഥം ദൈവിക തുണ എന്നാണ്. ദൈവിക തുണ, ദിവ്യമായ തുണ. പുരുഷനോടൊപ്പമുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്, ദേഹരൂപത്തിലുള്ള സാന്നിധ്യമാണ് സ്ത്രീ. ഇതൊരു 100 പ്രാവശ്യം നിങ്ങൾ കേൾക്കണം കേട്ടോ. പുരുഷനോടൊപ്പമുള്ള ദൈവത്തിൻ്റെ ദേഹരൂപത്തിലുള്ള സാന്നിധ്യമാണ് സ്ത്രീ, അതായത് ഭാര്യ. പുരുഷനോടൊപ്പമുള്ള, ഭർത്താവിനോടൊപ്പമുള്ള ദൈവത്തിൻ്റെ ദേഹരൂപത്തിലുള്ള സാന്നിധ്യമാണ് ഭാര്യ, സ്ത്രീ. അതാണ് ചേർന്ന ഇണ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എത്ര ഗംഭീരമായ, അല്ലെങ്കിൽ എത്രയോ ഉദാത്തമായ ഒരു സങ്കല്പമാണ്
ബൈബിള് സ്ത്രീയെക്കുറിച്ച് പുലർത്തുന്നത്. എന്നിട്ട് പറയാണ് കരയിലെ ഇല്ലേ സകല മൃഗങ്ങളെയും കൊണ്ടുവന്നു എന്ന് പറയുന്നുണ്ട്. കര എന്ന് തന്നെ വയലെന്നും തുറസായ സ്ഥലം എന്നൊക്കെ അർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു വാക്കുകൂടി പറഞ്ഞ് ഞാൻ നിർത്താം. മനുഷ്യൻ വിളിച്ചത് അവർക്ക് പേരായി തീർന്നു. അതായത് മൃഗലോകത്തിന് മേൽ മനുഷ്യന് പരമാധികാരമുണ്ട്, ആധിപത്യമുണ്ടെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. പേര് വിളിക്കാന്ന് പറഞ്ഞാൽ പരമാധികാരമുണ്ടെന്നാണ് അർത്ഥം, ആധിപത്യമുണ്ടെന്നാണ്. ഉൽപ്പത്തി 1:26 അങ്ങനെ പറയുന്നുണ്ട് ഇല്ലേ? 1:26-28 സകല ജീവജാലങ്ങളുടെ മേലും അധികാരമുള്ള ഭൂമിയിലെ ദൈവമായിട്ടാണ് മനുഷ്യൻ സൃഷ്ടിച്ചിരിക്കുന്നത്. ഒന്നിന് പേരിടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ മേൽ മേൽക്കോയ്മയുണ്ട്, അധികാരമുണ്ട്, അധികാരം സ്ഥാപിക്കണമെന്നാണ്. പശുക്കൾക്ക് മനുഷ്യന്റെ മേലല്ല, മനുഷ്യന് പശുവിന്റെ മേലാണ് അധികാരമെന്ന് നമ്മുടെ ഹിന്ദു സഹോദരന്മാരുടെ പറയാൻ സമയമായിരിക്കുന്നു. പശുക്കൾക്ക് മനുഷ്യന്റെ മേലല്ല, മനുഷ്യന് പശുവിന്റെ മേലാണ് അധികാരമെന്ന് നമ്മുടെ ഹിന്ദു സഹോദരന്മാരോട് പറയണം. സർക്കാർ നിർദ്ദേശിക്കുന്ന ദേവന്മാരെ തിരസ്കരിക്കണം. അതുപോലെ തന്നെ കേരള ഗവൺമെന്റിനോട് പറയാനൊരു സംഗതിയുണ്ട്. തെരുവ് പട്ടികൾക്ക് മനുഷ്യന്റെ മേലല്ല, മനുഷ്യർക്ക് തെരുവ് പട്ടികളുടെ മേലാണ് അധികാരം. ഇത് സുപ്രീം കോടതിയോടും പറയണം, കേന്ദ്ര ഗവൺമെന്റിനോടും പറയണം. മൃഗങ്ങൾക്കൊക്കെ ജീവിക്കണം, സംശയമൊന്നുമില്ല. എന്ന് വെച്ചാൽ മനുഷ്യരെ കൊന്നിട്ട് അവർ ജീവിക്കാൻ അനുവദിക്കേണ്ട കാര്യമില്ല. മനുഷ്യർക്കും ജീവിക്കണം. കാട്ടാനകൾ, വന്യമൃഗങ്ങൾ ഇവരെല്ലാം താഴോട്ട് ഇങ്ങോട്ട് ഇറങ്ങുന്നു. അവയ്ക്കെല്ലാം ജീവിക്കാൻ അവകാശമുണ്ട്. പക്ഷെ മനുഷ്യരെ കൊന്നിട്ട് ജീവിക്കാൻ അവകാശമില്ല. മനുഷ്യരെ കൊല്ലുന്നവനെ തിരിച്ചു കൊല്ലാനുള്ള അവകാശം മനുഷ്യർക്ക് കൊടുക്കണം. ലോകത്ത് പല സർക്കാരുകൾ അങ്ങനെയാണ്. നമ്മുടെ കേരള സർക്കാർ മാത്രം അങ്ങനെ ചെയ്യേണ്ടിയിരിക്കേണ്ട കാര്യമില്ല. കേന്ദ്ര സർക്കാരിന് പഴി പറയേണ്ട കാര്യമില്ല. കേന്ദ്ര സർക്കാരിലൊക്കെ സമ്മർദ്ദം ചെലുത്തണം. ഇല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യണം. കേന്ദ്ര സർക്കാരും ചെയ്യണം. ഒരു മന്ത്രി അവിടെ ഇരുന്ന് പറഞ്ഞിട്ട് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ വനപാലകർക്ക് സകല അധികാരം കൊടുത്തിട്ട് അവരേക ഛത്രാധിപതിയാക്കിയിട്ട് മനുഷ്യരെ കൊന്നൊടുക്കാൻ ഇടയാക്കുക. എന്തുമാത്രം പേപ്പട്ടികളെ കടിച്ചിട്ടാണ് എന്തുമാത്രം പേരാണ് മരിച്ചത്? തെരുവ് പട്ടികൾ എത്ര പേരാണ് കൊന്നത്? എത്ര പേരാണ് ആന ചവിട്ടി കൊല്ലപ്പെട്ടത്? എത്ര പേരാണ് കടുവയുടെ ആക്രമണത്തിൽ, പുലിയുടെ ആക്രമണത്തിൽ? ഇതിനൊക്കെ ഒരു അന്തം വേണ്ടേ? അതാണ് പറഞ്ഞത്. അപ്പൊ ഈ മൃഗസ്നേഹികളുടെ പുറകിൽ ആരാണ് കളിക്കുന്നത്? ഏതെല്ലാം ലോബികളാണുള്ളത്? ഇതൊക്കെ സർക്കാരിന് അറിയാം. നമുക്കറിയുന്നതിനേക്കാൾ കൂടുതൽ അറിയാം. കഴിഞ്ഞ ദിവസം ഒരു IAS ഉദ്യോഗസ്ഥൻ പറഞ്ഞില്ലേ എന്തുമാത്രം പേപ്പട്ടി വിഷമാണ് കേരളത്തിൽ വിതരണം ചെയ്യുന്നത്. അപ്പോൾ പേപ്പട്ടി കടിച്ചില്ലെങ്കിൽ അവരെ മരുന്ന് വിതരണം ചെയ്യാൻ പറ്റുമോ? അപ്പൊ ഇതിന്റെ പുറകിലുള്ള ഈ അഴിമതിക്കാരായ ലോബികളെ നിയന്ത്രിച്ച് തെരുവ് പട്ടികളൊക്കെ കൊല്ലാനുള്ള സംവിധാനം ഒരുക്കണം. അല്ലെങ്കിൽ തെരുവ് പട്ടികൾ ഇല്ലാതിരിക്കാനുള്ള സംവിധാനം ഒരുക്കണം. മൃഗസ്നേഹികളുടെ പുറകിലുള്ള ലോബികൾ ആരെന്ന് കണ്ടെത്തണം. മനുഷ്യർക്ക് ജീവിക്കാൻ അവകാശമുണ്ട്, മൃഗങ്ങൾക്കുണ്ട്. മനുഷ്യരെ കൊന്നിട്ട് മൃഗങ്ങൾക്ക് ജീവിക്കാൻ അവകാശമില്ല. അത് അനുവദിച്ചു കൊടുക്കാൻ കഴിയില്ല. മൃഗലോകത്തിന്റെ മേലെ മനുഷ്യലോകത്തിന് പരമാധികാരമുണ്ടെന്നാണ് ബൈബിൾ പഠിപ്പിക്കണേ. അതാണ് ശരി. അതിന് വിപരീതം സർക്കാർ പഠിപ്പിച്ചാൽ ആ സർക്കാരുകൾ ശരിയല്ല. ഇത് സർക്കാരുകളോടും പറയണം. അത് സഭയുടെ കൂടി ഉത്തരവാദിത്തമാണ്. ഈ തെരുവ് പട്ടികളൊക്കെ കടിച്ചു കൊല്ലാനായിട്ട് നമ്മൾ നിന്ന് കൊടുക്കാൻ പാടില്ല. നമ്മൾ സമരം ചെയ്യേണ്ടത് ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടി കൂടിയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ചുരുക്കത്തിൽ ബൈബിൾ എത്ര കൃത്യമായിട്ടാണ് ഒരു ഹൈറാർക്കി സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത്. ആ ഹൈറാർക്കി പാലിച്ചാലാണ് പ്രപഞ്ചത്തിൽ സൗന്ദര്യമുണ്ടാകുക, ക്രമമുണ്ടാകുക, എല്ലാവരും അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുക. ഒരു കൂട്ടരുടെ മനുഷ്യരുടെ അവകാശങ്ങൾ കവർന്നെടുത്തിട്ട് മൃഗങ്ങൾക്ക് അവകാശമുണ്ടെന്ന് പറയുന്നതിനോട് യോജിക്കാൻ പറ്റില്ല. മൃഗങ്ങളുടെ അവകാശങ്ങളൊക്കെ ഉണ്ട്, അതിന് പരിധിയുണ്ട്. ആ പരിധികൾ മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തിന് താഴെയാണ് അവരുടേത്. അത് അംഗീകരിക്കാൻ, ക്രമം അംഗീകരിക്കാൻ നമുക്ക് കഴിയണം. ഇത് പരിണാമ സിദ്ധാന്തം അംഗീകരിക്കാൻ പോയാൽ നമുക്കിത് നടക്കില്ല. കാരണം എന്താണ്? പരിണാമ സിദ്ധാന്തം അനുസരിച്ച് നമ്മളും മൃഗം, അവരും മൃഗം. അപ്പോൾ കാട്ടിലെ കയ്യൂക്കളവൻ കാര്യക്കാരെന്ന കാട്ടിലെ നിയമമാകും. അത് പരിഷ്കൃത സമുദായത്തിന് കഴിയില്ല. മറിച്ച് നമ്മൾ ദൈവഛായയാണ്. അത് ബൈബിൾ പറയുന്നത് അംഗീകരിച്ചാൽ മനുഷ്യർക്കുള്ള സ്വാതന്ത്ര്യം അംഗീകരിച്ച് കിട്ടും. ഇപ്പോൾ നമ്മൾ മൃഗങ്ങളിൽ നിന്ന് മനുഷ്യർക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കേണ്ട ഒരു സമയമായിരിക്കുക. അപ്പോൾ ബൈബിളിൽ നിന്ന് വഴിതെറ്റി പോകുമ്പോഴും വ്യതിചലിക്കുമ്പോഴാണ് മനുഷ്യ സമുദായം അധപതിക്കുന്നത് എന്ന് കൂടി തിരിച്ചറിയാണ്. ഇതെല്ലാം നമ്മൾ പഠിക്കുമ്പോഴും കേൾക്കുമ്പോഴും നമ്മുടെ ചുറ്റുവട്ടത്ത് നമ്മുടേതായ തരത്തിൽ ചില വചനം പ്രാവർത്തികമാക്കാനുള്ള ചില ഉൾക്കാഴ്ചകൾ നിങ്ങൾ കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.